അതുപോലെ സമ്പത്തിന്റെ എണ്ണിയാലൊടുങ്ങാത്ത സ്രോതസ്സുകളുണ്ട്, വലിയ വലിയ അറിയപ്പെട്ട മക്കളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്. എല്ലാം ഇട്ടേച്ചുകൊണ്ട് 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട് ആരുമില്ലാത്ത മണ്ണിലേക്ക് അവരുടെ ശരീരത്തെ അടക്കം ചെയ്യപ്പെട്ടപ്പോൾ അള്ളാഹു പറയുന്നു, കദാലിക്, ഇത് തന്നെയാണോ ലോകത്തിന്റെ അവസ്ഥ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകത്ത് വന്ന മനുഷ്യരൊക്കെ ഈ ഒരു അള്ളാഹുവിന്റെ തീരുമാനത്തിലും നടപടിയിലും ഭാഗവാക്കായവരാണ്, പങ്കെടുത്തവരാണ്, അவ்விധത്തിൽ കഴിഞ്ഞു പോയവരാണ്. ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ്. ഇവിടെയാണ് അടിവരയിട്ടുകൊണ്ട് ഞാനും നിങ്ങളും സ്വന്തത്തെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടത്. ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ്. ഇത്തരം ആളുകൾ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ അവരുടെ വേർപാടിന് വേണ്ടി ആകാശം കരഞ്ഞിട്ടില്ല, ഭൂമി കരഞ്ഞിട്ടില്ല. പ്രകൃതിയിൽ അശേഷം ചലനം അവരുടെ വേർപാട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ ലോകത്ത് വെച്ച് വിട പറഞ്ഞിട്ട് അവരുടെ ഭൗതിക ശരീരത്തെ മണ്ണിലേക്ക് അടക്കം ചെയ്യപ്പെട്ടപ്പോൾ ഈ ഭൂമി മണ്ണ് പുഞ്ചിരിക്കുകയായിരുന്നു, ആകാശം സന്തോഷിക്കുകയായിരുന്നു. പക്ഷിപ്പറവകൾ വരെ ഈ മനുഷ്യന്റെ വേർപാടിനെ ആഘോഷമായി കാണുകയായിരുന്നു. എന്ത് ഈ മനുഷ്യന്റെ ദുഷ്കർമ്മങ്ങൾ ഈ മണ്ണിൽ ഇനി ഉണ്ടാവുകയില്ലല്ലോ. ഈ മനുഷ്യൻ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ എന്നിലൂടെ ഉയർത്തപ്പെടുന്നൊരവസ്ഥ എനിക്കിനി വരികയില്ലല്ലോ. ഈ മനുഷ്യന്റെ ദുഷ്കർമ്മങ്ങൾ കാരണം പ്രകൃതിയിൽ അല്ലാഹു തആല നടത്തുന്ന ദുരന്തങ്ങളെ, ആ ദുരന്തങ്ങളിൽ ഞങ്ങളും ഇരയാകേണ്ടി വരില്ലല്ലോ എന്ന ചിന്തയാണ് ആകാശത്തെ, ഭൂമിയെ, പക്ഷിപ്പറവകളെ മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ പ്രേരിപ്പിച്ചത് എങ്കിൽ മഹാന്മാരായ മുഫസ്സിറുകൾ ഈ തഫ്സീറിന്റെ വ്യാഖ്യാനത്തിൽ, ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വേറെ ചില ആളുകളുണ്ട്, ആ ആളുകൾ മരിച്ചാൽ, ആ ആളുകൾ മരണപ്പെടുമ്പോൾ, അവർക്ക് അപകടങ്ങൾ വരുമ്പോൾ, അവർക്ക് രോഗങ്ങൾ വരുമ്പോൾ അല്ലാഹു നമ്മുടെ അപകടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റി സുഖപ്പെടുത്തി ആഫിയത്തും തൗഫീഖും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം ആളുകൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, മരണം വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആകാശം കരയുന്നു, ഭൂമി കരയുന്നു, പക്ഷിപ്പറവകൾ കരയുന്നു. ഇങ്ങനെ ഒരു വിഭാഗമുണ്ട്. കാരണം അവരുടെ കർമ്മം കൊണ്ട്, അവരുടെ ജീവിതം കൊണ്ട് അവരാകാശത്തിനോട്, ഭൂമിയോട്, പ്രകൃതിയോട് ബന്ധമുണ്ടാക്കിയവരാണ്. അവരിവിടെ മറ്റാരുടെ മുന്നിലുമല്ല, അള്ളാഹുവിന്റെ മുന്നിലാണ് അവരുടെ മനസ്സ്. അവർ ചെയ്യുന്നത് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞിട്ട് മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോയിട്ട് ആരുമില്ലാത്ത മണ്ണിൽ വെക്കുമ്പോ എനിക്കെന്തുണ്ട് എന്ന ചിന്തയിലാണ് അവരുടെ കർമ്മങ്ങൾ. മനസ്സറിഞ്ഞുകൊണ്ടുള്ള കർമ്മങ്ങൾ, പ്രകടനപരതയ്ക്ക് വേണ്ടിയല്ല, കേളിക്ക് വേണ്ടിയല്ല, മനുഷ്യന്റെ നശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. ഇതാണ് ലോകത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന 2 വിഭാഗം ആളുകൾ. ഇതില് ഒന്നാമത്തെ വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകുന്നുവോ എന്ന ആശങ്കയാണല്ലോ സ്വാഗത ഭാഷണത്തിൽ ഇവിടെ പങ്കുവെച്ചത്. ആസ്വാദനത്തിന്റെ ഈ ദുനിയാവിന്റെ അകത്ത് മനുഷ്യന്റെ ശരീരത്തിനും, മനുഷ്യന്റെ മനസ്സിനും, മനുഷ്യന്റെ കണ്ണുകൾക്കും, മനുഷ്യന്റെ കാതുകൾക്കും ആനന്ദം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അவ்விധത്തിൽ തന്നെ അറിഞ്ഞോ അറിയാതെയോ മാറിപ്പോകുന്ന, ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ പലതും പലതിന് വേണ്ടിയും നടത്തപ്പെടുന്ന ഒരവസ്ഥ. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യന് വേണ്ടത് ഇതാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അക്ഷരാർത്ഥത്തിൽ ഒറ്റക്കാകുന്ന അവസ്ഥയാണ് മണ്ണിലേക്ക് കൊണ്ടുപോയി വെക്കപ്പെടുന്ന അവസ്ഥ. അക്ഷരാർത്ഥത്തിൽ ഒറ്റക്ക്. നമുക്കറിയാം, മരിച്ച വീടുകളിൽ പോകുന്നവരാണ് നാം. മരണപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗലോകത്ത് സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.
മരിച്ച വീടുകളിലേക്ക് നമ്മൾ ചെന്നാൽ, പെട്ടെന്നുള്ള മരണമാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മയും കുടുംബങ്ങളെയും അല്ലാഹു കാക്കട്ടെ, ആ വീടുകളിൽ നിന്ന് വാവിട്ട് കരയുന്നവരെ കാണും, പ്രയാസപ്പെടുന്നവരെ കാണും, കണ്ണുനീരൊലിപ്പിക്കുന്ന ഭാര്യയെ കാണും, ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ കണ്ണുനീരൊലിപ്പിക്കുന്ന ഭർത്താവിനെ കാണും, ഭാര്യ മരിച്ചതിന്റെ പേരിൽ കരയുന്ന പിതാവിനെ കാണും, മക്കൾ മരിച്ചതിന്റെ പേരിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളെ കാണും, മാതാപിതാക്കൾ മരിച്ചതിന്റെ പേരിൽ. പക്ഷെ ഈ വീടുകളില് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രയാസപ്പെടുന്ന മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട് അടുത്തിരുന്നു കൊണ്ട് നമ്മളൊന്ന് സംസാരിച്ചാൽ ഈ മക്കളിൽ നിന്ന് വരുന്നത്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് വരുന്ന വാക്കുകളെ നമ്മളൊന്ന് ആലോചിക്കുക, ചിന്തിക്കുക. ഏതെങ്കിലും ഒരു മരിച്ച വീട്ടിൽ നിന്ന് ഭാര്യ മരണപ്പെട്ടപ്പോൾ ഏതെങ്കിലും ഒരു ഭർത്താവ് നമ്മോട് അടുത്തിരുത്തിയിട്ട് സ്വകാര്യം പറഞ്ഞിട്ടുണ്ടോ? എന്ത് ഞാൻ പ്രയാസപ്പെടുന്നത്, കരയുന്നത് വേറൊന്നും വിചാരിച്ചിട്ടല്ല, മറ്റൊന്നും മനസ്സിലാക്കിയിട്ടല്ല. എനിക്ക് വേറെ കല്യാണം കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്, എനിക്കൊന്നുമില്ലെങ്കിൽ എൻ്റെ മക്കളുണ്ട്, വീടുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ടവനെ, ഞാൻ കരയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇന്നലെ വരെ എൻ്റെ കൂടെ കിടന്നവളാണ്. ഈ കൂടെ കിടന്ന എൻ്റെ ഭാര്യയുടെ മയ്യത്ത് ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ എൻ്റെ ഭാര്യക്ക് ആരുണ്ട്, എന്തുണ്ട്? ഇതാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് പറഞ്ഞ ഒരു ഭർത്താവിനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടു? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടോ? ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് എന്റെതല്ല വിഷയം, എന്റെ പ്രിയപ്പെട്ടവരല്ലേ അത്, എന്നെ ഇതുവരെ സംരക്ഷിച്ചവരല്ലേ അത്, എന്റെ ശരീരത്തിന്റെ ഭാഗം തന്നെയല്ലേ ചലനമറ്റ് കിടക്കുന്നത്, ഈ ശരീരം മണ്ണിൽ വെക്കപ്പെട്ടാൽ എന്തുണ്ട്, എന്തായിരിക്കും എന്റെ ഭർത്താവിന്റെ സ്ഥിതി? ഇതാണ് എന്നെ കരയിപ്പിച്ചത്. സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാറില്ല. നമ്മൾ കേൾക്കുന്നത് എനിക്കാര്, എന്റെ മക്കൾക്കാര്, അല്ലെ? എനിക്കാര്, എന്റെ മക്കൾക്കാര്. ഭാര്യ മരണപ്പെട്ട ഭർത്താവ് നമ്മോട് സ്വകാര്യം പറയുന്നത്, എന്നെ പ്രയാസപ്പെടുത്തുന്നത്, ഞാൻ എവിടേക്കെങ്കിലും പോകണം എന്ന് വിചാരിക്കുമ്പോ എന്റെ മക്കളെ കുറിച്ച് ആലോചിക്കണ്ട, വീട്ടിനെ കുറിച്ച് ആലോചിക്കണ്ട, എന്റെ വസ്ത്രങ്ങൾ പോലും ഞാൻ അന്വേഷിക്കണ്ട, ഞാൻ പോകുന്ന സമയത്തേക്ക് തേച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി ഇതിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ കൊണ്ടു തരുന്ന ഭാര്യയാണ് എനിക്ക് ആരുണ്ട് ഉസ്താദേ? പച്ചക്കളവല്ലേ. ഉമ്മ മരണപ്പെട്ടാൽ നമ്മൾ പറയുന്നത് ഞാളെ വിട്ട് നേരത്തെ ഞങ്ങൾ പോയിക്ക്, ഞാളെ ഒറ്റക്കാക്കി നേരത്തെ ഞങ്ങൾ പോയിക്ക്. ഇതിലും വലിയ കളവ് വേറെ എന്താ ഉള്ളത്? ആരാ ഇവിടെ ഒറ്റക്ക് നമ്മൾ ആലോചിക്കണ്ടേ? നമ്മളെ ഒറ്റക്കാക്കി നേരത്തെ ഞങ്ങൾ പോയിക്ക് ഉമ്മ, നേരത്തെ ഞങ്ങൾ പോയിക്ക് ഉപ്പ എന്ന് ഉപയോഗിക്കുമ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ദുഃഖം മരിച്ചവരെ കുറിച്ചിട്ടുള്ള ദുഃഖമല്ല, അവരെ കുറിച്ച് ആലോചിച്ചതിന്റെ പേരിലുള്ള ദുഃഖമല്ല. അതേ സമയത്ത് സ്വാർത്ഥതയിൽ നിന്നുള്ള ദുഃഖമാണ്. നമുക്ക് അവരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിന്നുപോയതിന്റെ പേരിലുള്ള ദുഃഖം. ഈ ദുഃഖം മാത്രമാണ് നമ്മുടെ കരച്ചിലുകളും പ്രയാസങ്ങളും എങ്കിൽ ആകാശം കരയുന്നതോ, ഭൂമി കരയുന്നതോ, പക്ഷിപ്പറവകൾ പ്രയാസപ്പെടുന്നതോ അവർക്ക് എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയല്ല. ഈ പ്രപഞ്ചത്തെ എന്തിന് വേണ്ടി പടക്കപ്പെട്ടുവോ ആ പടക്കപ്പെട്ടതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നൊരു മനുഷ്യനാണല്ലോ. ഈ മനുഷ്യൻ വിട പറഞ്ഞു പോകുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ പ്രീതിയാണ്, അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ അടുത്ത് അതിലൂടെ എനിക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, അല്ലെങ്കിൽ അല്ലാഹു തആല അദ്വിതത്തിൽ നിലനിർത്തിയ ഈ പ്രപഞ്ചവുമായി ഒരു ബന്ധമുണ്ടാക്കുന്ന, അക്ഷരാർത്ഥത്തിൽ ഒറ്റക്ക് എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല, തീർച്ചയായിട്ടും ഒറ്റക്ക് മയ്യത്ത് 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 എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും പോടിക്കുന്ന ആ ഘട്ടത്തില് എന്തുണ്ട് എന്റെ കയ്യിൽ? നേരമില്ലാത്തത് കൊണ്ട് ഞാൻ നീട്ടുകയല്ല. 2-3 സംഗതി ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നമ്മളൊക്കെ കേട്ടതും പരിചയപ്പെട്ടതുമാകാം, ഫലപ്പെടണമല്ലോ. അള്ളാഹു നമ്മുടെ ഒത്തുകൂടൽ ആഖിറത്തിൽ ഫലപ്പെടുന്ന ഒരു ഒത്തുകൂടലാക്കി തരട്ടെ. ഇത് മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്, ഇൽമിയായ ഒരു ബന്ധമാണ്. നാട്ടിന്റെ സമ്പ്രദായം അനുസരിച്ചിട്ട് പുതുവർഷത്തിൽ ആദ്യമായി നാം നടത്തുന്ന പരിപാടിയും ഈ പരിപാടി ഫലപ്പെട്ടതാകണമെങ്കിൽ ആ വിധത്തിൽ തന്നെ നമ്മളിതിനെ
ഉപയോഗപ്പെടുത്തണമല്ലോ. അതുകൊണ്ടാണ് വളരെ ചുരുക്കിയിട്ട് ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഭാഷ, നാടൻ ഭാഷയിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതൊന്നുമില്ല. നമ്മുടെ ഭാഷ കൊണ്ടോ അല്ലെങ്കിൽ ശബ്ദം കൊണ്ടോ ആനന്ദിപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം. എന്ന് പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന സംഗതി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ, അതിനു വേണ്ടിയാണ് ഭാഷ. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുക. അതിലപ്പുറം ഒരാനന്ദത്തിന് വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ ഭാഷകൾ. പറയുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാകണം. ആ വിധത്തില് നമ്മൾ പറഞ്ഞാൽ സംഗതി നടന്നല്ലോ, അത്രയേ അതിലൊക്കെ ഉള്ളൂ. നമ്മൾ ആലോചിക്കുക, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സദസ്സിൽ വെച്ചിട്ട് ഒരവസരത്തിൽ പറയുകയാണ്, ഇന്ന ലില്ലാഹി ലസലാസ മിഅത്തി ഖുലുഖ്, ഇന്ന ലില്ലാഹി ലസലാസ മിഅത്തി ഖുലുഖ്, അല്ലാഹുവിന് തീർച്ചയായിട്ടും 300 ചില്ലാനം ഗുണങ്ങളുണ്ട്. മല്ലഖിയല്ലാഹ ബിഖുലുഖിൻ മിൻഹാ, അതിൽ നിന്ന് ഒരൊറ്റ സ്വഭാവം, ഒരൊറ്റ ഗുണം ഒരാൾ ആർജിച്ചെടുക്കുകയും ആ ഗുണത്തോടുകൂടി മരണപ്പെടുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടന്നു കഴിഞ്ഞു. ഖാല ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 300 ചില്ലാനം ഗുണങ്ങൾ, നന്മകൾ, സ്വഭാവങ്ങൾ, ഇതിൽ നിന്ന് ഒരൊറ്റ സ്വഭാവം ഒരു മനുഷ്യന് ലഭിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടന്നു കഴിഞ്ഞു. അരമ്മ വിധങ്ങള് മഹാത്മാക്കള മുന്നിലുള്ളത് നമ്മെപ്പോലെയൊന്നും അല്ല. ഒരു നന്മ എന്ന് കേട്ടാൽ അവരുടെ ജീവനേക്കാൾ ഇഷ്ടപ്പെടുന്നതും അവർ ആഗ്രഹിക്കുന്നതുമാണ്. അവർക്കൊക്കെ ആവേശമായി, അവർക്കൊക്കെ വല്ലാത്ത ജിജ്ഞാസയായി, എന്നിലും 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 അതുണ്ടോ? ഈ ചിന്തയിൽ മുന്നിട്ട് നിൽക്കുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് ചോദിക്കുന്നു, അഫിയ മിൻഹ ഖുലുഖുൻ യാ റസൂലല്ലാഹ്, ആ 300 ചില്ലാനം പറഞ്ഞ ഗുണങ്ങളിൽ വല്ല ഗുണവും എന്നിലുണ്ടോ, എന്റെ ജീവിതത്തിലുണ്ടോ, എന്റെ സ്വഭാവത്തിലുണ്ടോ? സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ജിജ്ഞാസയോടുകൂടെയുള്ള അന്വേഷണമാണ്. നബി തങ്ങൾ പറഞ്ഞു, കുല്ലുഹാ ഫീക യാ അബൂബക്കർ, ഒന്നല്ല രണ്ടല്ല, ആ പറഞ്ഞ 300 ചില്ലാനവും നിന്റെ സ്വഭാവത്തിലുണ്ട്, നിന്റെ ജീവിതത്തിലുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, അഹബ്ബുഹാ ഇലല്ലാഹി സഖാ, അതിൽ നിന്ന് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിശാലമായ മനസ്സാണ്, ശുദ്ധമായ മനസ്സാണ്, സ്നേഹമുള്ള മനസ്സാണ്, ശാന്തമായ മനസ്സാണ്, തെളിവുള്ള മനസ്സാണ്, ആത്മാർത്ഥതയുള്ള മനസ്സാണ്. ഇതാണ് നമുക്ക് ആദ്യം വേണ്ട സംഗതി. നിങ്ങൾ നോക്കൂ, 300 ചില്ലാനം അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ നിന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുണം സഖാവത്തുൻ നഫ്സ്, ഹൃദയ വിശാലത, മാനസിക വിശാലത, എല്ലാവരെയും എല്ലാ നന്മകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സ്. ഇത് വല്ലാത്തൊരു മനസ്സാണ്. ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ, നമുക്കൊരാളെ കാണുന്ന സമയത്ത് ഭയമാണ്, പേടിയാണ്. മനസ്സറിഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കാൻ കഴിയാത്ത അവസ്ഥ. എന്റെ പുഞ്ചിരി കൊണ്ട്, എന്റെ സലാം കൊണ്ട്, എന്റെ അന്വേഷണം കൊണ്ട് അവൻ എന്തെങ്കിലും കിട്ടിപ്പോയാലോ എന്ന ഒരു ചിന്ത പോലെ നമ്മുടെ മനസ്സിൽ വരികയാണ്. അതുകൊണ്ട് അയാൾക്കൊന്നും എന്നിൽ നിന്ന് കിട്ടിപ്പോകണ്ട എന്ന ചിന്തയിൽ മറ്റുള്ളവരെ കാണുന്ന അവസ്ഥ മാറിയിട്ട് എന്റെ വാക്കുകൊണ്ടോ, എന്റെ നോട്ടം കൊണ്ടോ, എന്റെ പ്രവർത്തനം കൊണ്ടോ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് സന്തോഷം കടത്താൻ കഴിഞ്ഞാൽ അത് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വന്തത്തെക്കാൾ മറ്റുള്ളവരുടെ നന്മകളെ, സന്തോഷത്തെ തെരഞ്ഞെടുക്കാൻ കഴിയുന്ന മനസ്സ്, ഇത് വിശാലമായിട്ട് പറയേണ്ട ഒരു ഭാഗമാണ്. നമ്മുടെ മനസ്സ് വളരെ വളരെ കുടിലമായിട്ടുണ്ട്, കുടുസായിട്ടുണ്ട്, ഇടുങ്ങിപ്പോയിട്ടുണ്ട്. നമുക്ക് ഉപകാരം കിട്ടുന്നവരെയോ, നമ്മെ അംഗീകരിക്കുന്നവരെയോ, നമ്മെ കൊണ്ട് നന്മ പറയുന്നവരെയോ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സ്. അതേ സമയത്ത് മുസ്ലിമീങ്ങളുടെ മനസ്സ് തന്നെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ശത്രുവിനെ പോലും സ്നേഹം കൊണ്ട് കീഴടക്കാൻ കഴിയുന്ന മനസ്സാണ്. തനിക്ക് ഏറ്റവും ആവശ്യപ്പെട്ടത് തന്റെ ശത്രുവിനാണെങ്കിൽ പോലും വിട്ടുകൊടുക്കാൻ കഴിയുന്ന മനസ്സാണ്. ഇതാണ് വിശാല മനസ്കത. ഇത് മനസ്സിലാക്കാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. 10 സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ
ഔലിയാക്കൾ എന്നും പറയും. അള്ളാഹു നമ്മൊക്കെ നന്നാക്കി തരട്ടെ. ഈ ഔലിയാക്കള് യാത്ര പോയി ഭക്ഷണങ്ങളും ഭാണ്ഡങ്ങളും ആവശ്യമായതൊക്കെ എടുത്തിട്ടാണ് യാത്ര. അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകൾ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഭക്ഷണം കഴിയാറായി. ഇനിയുള്ളത് ഒരാൾക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണമാണ് ഭാണ്ഡത്തിൽ ബാക്കിയുള്ളത്. അങ്ങനെ ഭക്ഷണത്തിന്റെ സ്ഥലത്തെത്തി, അവിടെ ഇരുന്നു ഭക്ഷണം കഴിക്കാൻ നോക്കുന്ന നേരത്ത് വിളിച്ചോ ഭക്ഷണത്തിന്റെ സമയത്ത് വേണ്ടല്ലോ. കാരണം കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, വായയിലേക്കുള്ള വഴി കയ്യന്നെ കാണാപ്പാടം, വായയിൽ നിന്നുള്ള വഴി നാവിന്റെ തെറ്റുന്നു മിക്കപ്പോഴും. കുഞ്ഞുണ്ണി എന്ന് പറയുമ്പോൾ റളിയല്ലാഹു ചെല്ലണ്ട കേട്ടോ, അതിൽ പറ്റിയാണല്ലോ. വായയിലേക്കുള്ള വഴി കയ്യന്നെ കാണാപ്പാടം, വായിലേക്ക് എങ്ങനെ പോകണമെന്ന് കൈക്ക് ശരിക്കറിയാം. ഭക്ഷണം കഴിക്കുന്ന നേരത്ത് കറണ്ട് പോയാൽ ആ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ഭക്ഷണത്തിന്റെ ഭാഗം മൂക്കിലും ചേട്ടിലും കയറി പോവില്ല. ആരെയും ശരിക്കും വായിലേക്ക് തന്നെ പോകും, അത് കാണാപ്പാടാം. അതേ സമയത്ത് വായയിൽ നിന്നുള്ള വഴി നാവിന് തെറ്റുന്നു മിക്കപ്പോഴും. വായിൽ എങ്ങനെ പുറത്തേക്ക് വരണമെന്ന് നാവിന് അറിഞ്ഞൂടാ. നാവിന്റെ സംസാരം കൊണ്ടല്ലേ എല്ലാവരുടെയും കുഴപ്പം. മഹലിലും കുടുംബത്തിലും നാട്ടിലും സംഘടനയിലും എല്ലാം കുഴപ്പമുണ്ടാകുന്നത് ചിന്തിക്കാതെയുള്ള വർത്തമാനങ്ങളെ കൊണ്ടാണ്. അത് വേറൊരു ഭാഗം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിന്റെ ആവശ്യമില്ലല്ലോ. വിളക്ക് കെടുത്തി ഭക്ഷണം കഴിച്ചു, എല്ലാവരും കൈ കഴുകി നോക്കുമ്പം ഭാണ്ഡത്തിലുള്ള ഭക്ഷണം അങ്ങനെ തന്നെ ബാക്കി. ഇത് കറാമത്താണോ? അല്ല, കറാമത്തൊന്നുമല്ല. ഇതാണ് സ്വഹാബത്തുൻ നഫ്സ്. കാരണം 10 ആൾക്കും അറിയയിൽ ഒരാൾക്കുള്ള ഭക്ഷണമേ ഉള്ളൂ. അപ്പൊ ഒരാൾ സ്വയം ഒഴിഞ്ഞു നിന്ന് എനക്കും വേണ്ട, മറ്റൊരു കഴിച്ചോട്ടെ. അയാളും ചിന്തിച്ചു എനക്കും വേണ്ട, അടുത്ത ആൾ കഴിച്ചോട്ടെ. അയാളും ചിന്തിച്ചു എനക്കും വേണ്ട, അടുത്ത ആൾ കഴിച്ചോട്ടെ. നോക്കുമ്പോൾ ആരും കഴിക്കില്ല. നമ്മളല്ലോ, ഞാൻ എൻ്റെ ഉദാഹരണം പറയും. ഞാൻ ഭക്ഷണത്തിലിരിക്കുമ്പോൾ മൊയ്യാറെ ഭാഗം ഞാൻ ഇരിക്കുക. അങ്ങനെ പലയിടത്തുനിന്ന് ഇരുന്നിട്ട് അങ്ങനെ തോറ്റുപോയ അനുഭവമുള്ളതുകൊണ്ട് ഞാൻ ശരിക്ക് നല്ല കഷ്ണമെല്ലാം ഉണ്ടാകുന്ന പ്ലേറ്റ് ഏതാന്ന് നോക്കിയിട്ടേ ഇരിക്കും. ഇല്ല പറയാ, നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അത് മറ്റുള്ളവരിൽ ഉണ്ടല്ലോ, ഒരിക്കലും കിട്ടിക്കോട്ടെ. വലിയൊരു ചിന്ത ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തിരക്കോ കുലുമാലോ പ്രയാസോ നാടുകളിൽ ഉണ്ടാകുമോ? ഇല്ല. നമുക്ക് വേണം എന്ന് മാത്രമല്ല, നമുക്ക് മാത്രമേ പറ്റൂ എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിനെ ഇന്ന് മൃഗീയതയിലേക്ക് നയിക്കുന്നത്. തനിക്ക് വേണം എന്ന ചിന്തയാണെങ്കിൽ അത് ഒരു പരിധിവരെ അംഗീകരിക്കാം. അതിന്റെ അപ്പുറത്ത് തനിക്ക് മാത്രമേ പറ്റൂ എന്ന ചിന്ത നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കടന്നു പോകുന്നിടത്താണ് നമ്മുടെ കർമ്മങ്ങൾ പോലും നിഷ്ഫലമായി പോകുന്ന അവസ്ഥ. അള്ളാഹു കാക്കട്ടെ. ഇത് വളരെ ഗൗരവത്തില് ആലോചിക്കേണ്ട ഒരു ഭാഗമാണ്, ഒരു വിഷയമാണ്. എവിടെയും പരസ്പരമുള്ള സ്പർദ്ധകളും അക്രമങ്ങളും വെറുപ്പുകളും വിദ്വേഷങ്ങളും പാരകളും നിറഞ്ഞു നിൽക്കുന്ന ലോകത്ത് മരണത്തെ പേടിക്കുന്ന, ഖബറിനെ പേടിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് വിശാലമായ മനസ്സാകണം. സർവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സാകണം. നമ്മെ കൂടുതൽ വേദനിപ്പിക്കുന്ന ശത്രുവാണെങ്കിൽ പോലും അവന്റെ മുഖത്ത് നോക്കിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പ്രസന്നമായ മുഖത്തോടെ നിന്റെ സഹോദരനെ കണ്ടെത്തുന്നത് ഏറ്റവും വലിയ ധർമ്മത്തിന്റെ ഭാഗമാണെന്ന് നിബിതങ്ങൾ പറഞ്ഞില്ലേ? KMCC-യുടെ പരിപാടിയായതുകൊണ്ട് ഞാൻ പുകഴ്ത്താൻ വേണ്ടി പറയുകയല്ല. KMCC പലർക്കിടയിലും നാടുകൾക്കിടയിലും അറിയപ്പെടുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നവരായിട്ടാണ്. നമ്മളത് നടത്തണം, അത് അധികരിപ്പിക്കണം. അതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഓരോ വാക്കുകളും ഓരോ ചിന്തകളും ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ വലിയ കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന്റെ അടുത്ത് ഫലപ്പെടുന്നതാകാം. നമ്മുടെ ഒരൊറ്റ വാക്കിന്റെ പുണ്യം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ അകത്തൊരു രോഗിയുടെ, അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ ആശ്രിതരുടെ, അല്ലെങ്കിൽ വീടില്ലാത്തവരുടെ, അല്ലെങ്കിൽ കിണറില്ലാത്തവരുടെ, അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നവരുടെ മനസ്സിന്റെ അകത്ത് സന്തോഷം കടന്നു വന്നിട്ട് ആ മനുഷ്യൻ പാതിരാവില് ഇതിനു വേണ്ടി അധ്വാനിച്ചവരെ നിന്റെ ആ ഹിഫ്ളിൽ നീ ചേർക്കണമെന്ന് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ ഒരു പ്രാർത്ഥന മാത്രം മതിയല്ലോ. എനിക്ക് ഇതാകണം. നമ്മുടെ മനസ്സിന്റെ അകത്ത് ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കടന്നു വരേണ്ടുന്ന ചിന്ത, മൻ ഫറജ അൻ മുസ്ലിമിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ ഫറജല്ലാഹു അൻഹു
ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു മനുഷ്യന്റെ പ്രയാസത്തെ ദുനിയാവിന്റെ അകത്ത് വല്ലവനും അകറ്റിയാൽ അതവന്റെ വാക്കുകൊണ്ട്, അവന്റെ സമ്പത്ത് കൊണ്ട്, അവന്റെ ശരീരം കൊണ്ട്, അവന്റെ ചിന്ത കൊണ്ട്, അവന്റെ നോട്ടം കൊണ്ട് എങ്ങനെയുമാവാം അവന്റെ പ്രയാസം അകറ്റപ്പെടുന്നതിൽ നമുക്ക് ചെറിയൊരു പങ്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ പങ്ക് കാരണമായിട്ട് പരലോകത്ത് ആരും സഹായിക്കാനില്ലാത്ത ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു പ്രവർത്തനം കാരണമാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. റസാനത്ത് എന്ന ഒരു കിതാബുണ്ട്. ആ റസാനത്ത് എന്ന കിതാബിൽ മഹാനവറുകൾ പറയുന്നൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിന്റെ ഭാഗമാണ് ഫക്കുൻ അലൽ അർളി മിഅ്വാനൻ ലിദി അമലി വഇൻ അസാഅ ഫദാ മിൻ ഖുലുഖി അഹ്വാരി. ഓടോ ദുനിയാവിന്റെ അകത്ത് നീ മറ്റുള്ളവർക്ക് സഹായിയായിട്ട് നിലകൊണ്ട് കൊണ്ടേയിരിക്കുക. അതാവട്ടെ നിന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഗുണം. മറ്റുള്ളവർക്ക് ഗുണമാഗ്രഹിക്കുക, സന്തോഷമാഗ്രഹിക്കുക, നന്മ ആഗ്രഹിക്കുക, വിജയമാഗ്രഹിക്കുക. അതാണോ നല്ല മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ട ഏറ്റവും നല്ല ഗുണം. എന്നിട്ട് ആ റസാലത്തിൽ മഹാൻ ഒരു ഉദാഹരണം പറയുന്നു. നീ കണ്ടിട്ടില്ലേ കരിമ്പും ജ്യൂസ് നമ്മൾ കുടിക്കാറുണ്ട്, നമ്മളത് കണ്ടിട്ടുണ്ട്. ഈ കരിമ്പ് അടിക്കുന്ന മനുഷ്യൻ ഈ കരിമ്പിനെ അത് പിഴിഞ്ഞെടുക്കുന്ന ഇരുമ്പിന്റെ ആ മിഷനിൽ വെച്ചുകൊണ്ട് ഈ കരിമ്പിനെ ഇടിച്ച് പൊടിച്ചിട്ടതിന്റെ നീരെടുത്താലും ആ കരിമ്പ് ഈ മനുഷ്യന് കൊടുക്കുന്നത് സുന്ദരമായ രസകരമായ പാനീയമാണല്ലേ. നീ ഇത് കാണുന്നില്ലേ? കരിമ്പ് ചിന്തിക്കുന്നുവോ? എന്റെ ശരീരത്തെ ഇவ்விധത്തിൽ പ്രയാസപ്പെടുത്തുന്നവന് ഞാനിത് കൊടുക്കുകയില്ലെന്ന് ഇല്ല. രണ്ടാമത് ഒന്നുകൂടി മടക്കിയിട്ട് വെച്ചു കൊടുത്താൽ പിന്നെയും കിട്ടുന്നത് കരിമ്പും ജ്യൂസാണ്. ഒന്നുകൂടി മടക്കി വെച്ചു കൊടുത്താൽ പിന്നെയും കിട്ടുന്നത് നല്ല പാനീയമാണ്. എങ്കിൽ ഇതാകണമടോ നിന്റെ ശത്രുക്കളോട് പോലും, നിന്നെ പ്രയാസപ്പെടുത്തുന്നവരോട് പോലും നിന്റെ മനസ്സിന്റെ അകത്തുള്ള ചിന്ത. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ KMCCയുടെ ഈ ഹാളിൽ ഒത്തുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട നേതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്ന ഒന്നാമത്തെ സംഗതി, എന്റെ മനസ്സ്, നമ്മുടെ മനസ്സ് ഇவ்விധത്തിലാകണം. തർക്കങ്ങൾ നമുക്കിടയിലുണ്ട്. തർക്കങ്ങളില്ലാത്ത കാലം മുസ്ലിമീങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും കഴിഞ്ഞു പോയിട്ടുണ്ടോ? പക്ഷെ ആ തർക്കങ്ങളെല്ലാം മാറ്റി നിർത്തുമ്പോഴും യോജിക്കാൻ പറ്റുന്ന, പുഞ്ചിരിക്കാൻ പറ്റുന്ന, ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന, നന്മകൾ പരസ്പരം കൈമാറാൻ പറ്റുന്ന മേഖലകളിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ അഭിപ്രായ ഭിന്നത വരുമ്പോ ആ മേഖല മാറ്റി നിർത്തിയാലും അതിന്റെ പുറത്തുള്ള വിവിധ മേഖലകളിൽ നമ്മളെന്തിന് തർക്കിക്കുന്നവരാകണം? നമ്മളെന്തിന് കണ്ടുകൂടാത്തവരാകണം? നമ്മളെന്തിന് ഒന്നിച്ചിരിക്കാൻ പോലും മടിക്കുന്നവരാകണം? അഭിപ്രായ ഭിന്നതകളുള്ള മേഖലകൾ അതങ്ങനെ നടക്കട്ടെ. അല്ലാത്തയിടത്ത് മാനുഷികമായ പരിഗണന, ഇസ്ലാമികമായ പരിഗണന, ഈമാനികമായ പരിഗണന. ഈമാൻ എന്നത് എഴുതിത്തള്ളാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ ഒന്നിനും പറ്റാത്തവൻ എന്ന് കാണുന്നവർ ഒരുപക്ഷേ പടച്ചവന്റെ അടുത്ത് വലിയ മഹാനായിരിക്കാം. കാരണം മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ നമുക്കറിയില്ല. നമ്മൾ കേട്ട് പഠിച്ച ഒരു ചരിത്രമുണ്ട്. മഹാനായ ഒരു മനുഷ്യനോട് സ്വപ്നത്തില് തോന്നിപ്പിക്കപ്പെടുകയാണ്, നീ ചിന്തിച്ച് ഇന്നയാളോട് ദുആ ചെയ്യിപ്പിക്കണം. അയാൾ ആ മനുഷ്യനെ അന്വേഷിച്ച് നടന്നു. ദീർഘം വേണ്ടിയിട്ട് പറയണം. അപ്പൊ ബോധ്യപ്പെട്ടു ഇത് സത്യമായ സ്വപ്നമാണ്. അയാളെ കണ്ടുപിടിച്ച് ദ്വാരിപ്പിക്കണമല്ലോ. ആ ദ്വാരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കുമ്പോ അയാള് ഒരു ഇറച്ചി കച്ചവടക്കാരനാണ്. അടുത്ത് ആ ഇറച്ചിക്കടയുടെ മുന്നിൽ പോയി നിന്ന് നോക്കുമ്പോ ഇറച്ചി വാങ്ങാൻ വേണ്ടി വരുന്നവരോടെല്ലാം ഇയാള് വല്ലാത്ത പരിക്കം സ്വഭാവം. ഇയാളാണെങ്കിൽ ഇവരെ ആക്ഷേപിക്കുന്നുണ്ട്, ആട്ടുന്നുണ്ട്. പരിക്കം സ്വഭാവം, ഒരു സ്നേഹം പോലും കാണിക്കാത്ത സ്വഭാവം. ഇയാളന്ന് ദ്വാരക്കം പറയാണ്ട് തിരിച്ചിങ്ങ് പോകുന്നു. തെറ്റിപ്പോയതായിരിക്കും ചിലപ്പോ. ഇയാളോട് ദ്വാരക്കം പറയണോ എന്ന് ആരെങ്കിലും പറയോ?
തിരിച്ചു പോന്നു. അന്നും കണ്ടു അയാളോട് ഇന്ത്യ തീർക്കാൻ പറയേണ്ടത്. അയാളെ അന്വേഷിച്ച് നടന്നു. അയാൾ ഇറച്ചിപ്പണിയും കഴിഞ്ഞിട്ട് പിന്നെയുള്ള പരിപാടി ഇയാള് എല്ലാ ബാറുകളിലേക്കും കയറിയിട്ട് കള്ളിന്റെ കുപ്പിയും വാങ്ങിയിട്ട് പുറത്തു വരുന്നതാ കാണുന്നത്. പിന്നെ അങ്ങനെ തീർക്കാൻ പറയും. അന്നും തിരിച്ചു പോന്നു. ചുരുക്കുക, നിർത്തേണ്ട നേരമായി പോയി കേട്ടോ. 10 മണിയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ അന്ന് ഇയാള് 10 കഴിഞ്ഞു അല്ലേ, സ്വപ്നം കാണുകയാണ്. എന്തെന്നാ പരിപാടി? രാത്രി മൂന്നാമത്തൊന്ന് നോക്കുമ്പോ രാത്രി അറിയപ്പെട്ട വേശ്യകളെ കൂട്ടി നടക്കുക. ഇയാളെ കടപ്പുറത്തുകൂടെ മറ്റുള്ള സ്ഥലങ്ങളിലൂടെ. ഏതായാലും ഇയാളോട് തീർക്കാൻ പറ്റൂല, തീർക്കം പറയാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി തിരിച്ചു പോന്ന്. അന്ന് ഇയാളെ സ്വപ്നത്തിൽ തന്നെ സംശയം ദൂരീകരിക്കാൻ വേണ്ടി ചോദിക്കുമ്പോ അയാളോട് പോയിട്ട് എന്നെ അന്വേഷിക്കുക, എന്താ സംഗതി എന്ന്. അയാളെ കൊണ്ടില്ല ദ്വാർപ്പിക്കേണ്ടത്. ഏതായാലും ചെന്ന് അയാളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, നിങ്ങളെ കൊണ്ട് ദ്വാർപ്പിക്കണമെന്നാ എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായത്. നിങ്ങളാണെങ്കിൽ ഞാൻ കാണുന്നത് ഈ വിധത്തിലാ. അയാൾ പറഞ്ഞു, എന്റെ സ്ഥിതി എന്ന് വെച്ചാല് ഇറച്ചി വാങ്ങാൻ വേണ്ടി വരുന്നവര് ഓരോരുത്തർക്കും അത് ഇറച്ചി തന്നെ കിട്ടണം, എല്ലുണ്ടാവാൻ പാടില്ല. ഏകദേശം നമ്മൾ വാങ്ങിയാൽ അങ്ങനെ തന്നെ ചിന്ത. ഞാൻ ലേശൊരു അയഞ്ഞ സ്വഭാവത്തിലായാല് എല്ല് ഓരോരുത്തർക്ക് ഇറച്ചി കൊടുത്ത് പിന്നെ വരുന്നവർക്ക് എല്ലാം എനിക്ക് കൊടുക്കാനാവും. പതളത്തിൽ പാതാളമെന്നല്ലേ. അതുകൊണ്ട് ലേശ കടുപ്പത്തിൽ നിന്നാല് ഞാനെ കൊടുക്കുന്നു വാങ്ങി ഓരങ്ങ് പോകും. ഞാനാണെങ്കിൽ ഒരു ഭാവവ്യത്യാസവും കാണിക്കൂല, ഒരു ഭഗവേദവും കാണിക്കൂല. ഞാനതിന് വേണ്ടതുപോലെ എല്ല് ചേർക്കേണ്ട കുളത്തിലും ഇറച്ചി അച്ചേർക്കേണ്ട രൂപത്തിലേക്ക് കൊടുക്കും. എല്ലാവർക്കും ഒരാൾക്കിടയിലും വ്യത്യാസങ്ങളൊന്നും കാണിക്കൂല. അതിന് വേണ്ടിയാണ് ഞാൻ ഇവരെ ഇങ്ങനെ പരിക്കൻ സ്വഭാവത്തിൽ കൊണ്ടുപോകുന്നത്. ഇവിടെയുള്ള മനുഷ്യരോട് അങ്ങനെ പെരുമാറിയാലേ പറ്റൂ എന്ന് ഇയാള്. അപ്പൊ ഈ ചിന്തിച്ച ഈ ചീത്ത ചിന്തയും അതുപോലെ തന്നെ ചീത്ത വിചാരവും അസ്ഥാനത്തായല്ലോ. പിന്നെ നിങ്ങൾ എന്നെ കണ്ടത് കള്ളിന്റെ കുപ്പിയായിട്ട് നടക്കുന്നതും ബാറുകളിലെല്ലാം കയറി ഇറങ്ങുന്നതും അല്ലേ. അത് ആ കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ കള്ള് കുറെ വാങ്ങി വെക്കും. എന്നാൽ അത് വേറൊരാൾ കുടിക്കൂല. എന്നാൽ ഞാനും വാങ്ങിയ കള്ള് വേറൊരുത്തം കുടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലല്ലോ. അത് കൊണ്ടുപോയിട്ട് ഞാനും ഒഴിച്ചുകളെയും മറച്ചുകളെയും നശിപ്പിച്ചുകളെയും എന്റെ പണം കൊണ്ട് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ സംഗതിയാണ് അത്. ഇയാളോട് കരഞ്ഞുക. ഇത് കേൾക്കുമ്പോ ഈ മനുഷ്യനല്ലേ ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്. മൂന്നാമത്തത്, ഈ വേശ്യകളുടെ കൂടെ ഞാൻ കൂട്ടി നടക്കുന്നുണ്ട്, ഹറാമുകളൊന്നും ഞാൻ ചെയ്യൂല. ഇവരെ മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് തടയലാണ് എന്റെ ലക്ഷ്യമെന്ന് ആത്മാർത്ഥതയുടെ സംസാരം കേട്ടപ്പോഴാണ് ഇയാൾ തന്നെയാണ് ദ്വാർപ്പിക്കുവാൻ പറയേണ്ട ആളെന്ന് ഈ വലിയ മഹാന് മനസ്സിലായത് എന്ന ചരിത്രം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? എഴുതി തള്ളാൻ ആരെയും പറ്റൂല. തെറ്റുകള് കുന്നുകൂട്ടി ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹു ഈമാൻ കൊടുത്തവരെ നമ്മൾ കണക്കിലെടുക്കണം. മനസ്സിന്റെ അകത്തുള്ളതാണ് ഈമാൻ, വിശ്വാസം. അതിന്റെ കടുപ്പ് അളക്കാൻ ഒരാൾക്കും സാധ്യമല്ല. നമ്മൾ ആലോചിക്കണം, മുസ്ലിമാണോ മുഅ്മിനാണോ അവനെ പേടിക്കണം. കാരണം അവന്റെ മനസ്സിന്റെ അകത്തുള്ള ഈമാനിന്റെ ശക്തി കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി മാറിപ്പോയേക്കാം. കർമ്മങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്നത് വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന്റെ അളവളക്കാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മുസ്ലിമീങ്ങൾ അവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളുള്ള മേഖലകൾ അவ்விധത്തിൽ തന്നെ കൈകാര്യം ചെയ്യട്ടെ. വാദപ്രതിവാദങ്ങൾ നടക്കട്ടെ, തർക്കങ്ങൾ നടക്കട്ടെ. അതിന് നമുക്ക് ഇസ്ലാമിന്റെ ഭാഗമായിട്ട് കാണാം. അതേ സമയത്ത് വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക്, പ്രത്യേകിച്ചിട്ട് വാർത്താ മാധ്യമങ്ങൾ വ്യാപകമായിരിക്കുന്ന ഇക്കാലത്ത്, ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ കൈകളിൽ ലഭിക്കുന്ന ഇക്കാലത്ത് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ എഴുതി വിടുന്നതിൽ നിന്ന്, പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല എങ്കിൽ വ്യക്തികളെ വെച്ചുകൊണ്ട് സംസാരത്തിൽ വ്യക്തികൾ കടന്നു വരരുത്, ലേഖനങ്ങളിൽ വ്യക്തികൾ കടന്നു വരരുത്. നമ്മുടെ ഒരു പ്രവർത്തനങ്ങളിലും വ്യക്തികളെ ശരീരത്തിലേക്ക് കൈവെക്കുന്ന അവസ്ഥ വന്നുപോയാൽ നമ്മൾ പരാജയപ്പെട്ടു. ഇത് ചിന്തിക്കണം. സമൂഹം, സമുദായം, സംഘടന, നന്മ, ഇതൊക്കെ ആലോചിക്കാം. വ്യക്തികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അതെടുത്ത് അത് ലോകത്തൊട്ടാകെ പ്രചരിപ്പിച്ചിട്ട് അവൻ അത് ചെയ്തില്ലേ, അവൻ ഇത് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവരാരാണ്? ഇവരെ വിചാരണ നടത്താൻ അല്ലാഹുവാണ്. വ്യക്തികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിചാരണ നടത്തേണ്ടവൻ. അവൻ ചെയ്തതിന് അവന് ചില ന്യായങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഈ ന്യായങ്ങൾ അല്ലാഹു അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് ഫലവത്താകാതെ പോവുകയാണ്. ഈമാനിന്റെ
അളവ് എത്രയും നടക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് മുസ്ലിമീങ്ങളാണോ പേടിക്കണം, വിശ്വാസികളാണോ കണക്കിലെടുക്കണം, ഈമാനുള്ളവരാണോ അവരോട് ഈമാനികമായ സ്നേഹം മനസ്സിന്റെ അകത്ത് വേണം. അവരുടെ ഉയർച്ച, അവരുടെ സന്തോഷം, അവരുടെ ആനന്ദം സ്നേഹത്തോടെ, ഐക്യത്തോടെ, യോജിപ്പോടെ അവരുമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള വല്ലാത്ത ഈമാനികമായ ആത്മാർത്ഥമായ ഒരു ചിന്ത. ഇതാണ് മരണസമയത്തേക്ക് ഒന്നാമത് നമ്മൾ നേടിയെടുക്കേണ്ടത്. നിഷ്കളങ്കമായ മനസ്സുള്ളവർക്ക് ആഖിറത്തിൽ എന്തും ഫലപ്പെടൂ എന്ന് അള്ളാഹു പറഞ്ഞത് ഗൗരവത്തിൽ നമ്മൾ ഓർക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാമത്തത്, ആരുമില്ലാത്ത മണ്ണിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോയി വെക്കപ്പെടുന്ന നേരത്ത് ആ ശരീരം ഏറ്റുവാങ്ങുന്ന മണ്ണ് ഏത് വിധത്തിൽ നമ്മോട് പ്രതികരിക്കും എന്നറിയില്ല. ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരൊറ്റ മൂലയുണ്ട്. പതിവാക്കുന്നവരും ചെയ്യുന്നവരും ഉണ്ടാകാം. ചെയ്യാത്തവരാണെങ്കിൽ ഇന്നു മുതൽ നമ്മളിത് ചെയ്യുമോ എങ്കിൽ നമുക്ക് വളരെ വളരെ പുണ്യമുണ്ട്. ഇത് വലിയൊരു സംഗതിയാണ്, പ്രധാനപ്പെട്ട ഒരു വിഷയവുമാണ്. നാം ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ആ വീടിന്റെ ഉദ്ഘാടനം ഒരു നല്ല മനുഷ്യൻ നടത്തണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കും. തങ്ങളോ വലിയാറോ അറിയപ്പെട്ട ഒരാളെയോ നമ്മൾ വിളിക്കും. കുറച്ച് ആളുകൾ വരും, അവിടുന്ന് നിസ്കാരം നടക്കും, തീക്കത്തിക്കൽ നടക്കും, പല പരിപാടികളും നടക്കും. ഇതെന്തിനു വേണ്ടിയാണ്? ഞാൻ താമസിക്കുന്ന, എന്റെ മക്കളും കുടുംബവും താമസിക്കുന്ന വീട് ബറക്കത്ത് കുറഞ്ഞു പോകരുത്, സന്തോഷം കുറഞ്ഞു പോകരുത്, നല്ലവരുടെ കൈകൊണ്ട് അതിന്റെ ഉദ്ഘാടനം നടക്കട്ടെ. ഈ ചിന്തയിൽ നിന്നല്ലേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാഹു നമുക്കൊക്കെ ബറക്കത്തും ഹൈറും നന്മയും തരട്ടെ. ഈ ചിന്തയിൽ നിന്നാണ്. ഇതേ ചിന്തയുള്ള നാം ഇതിനേക്കാൾ ആഗ്രഹിക്കേണ്ടത്, ഇവിടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, നാട്ടുകാരുണ്ട്, അയൽക്കാരുണ്ട്, അതേസമയത്ത് ആരുമില്ലാത്തൊരു വീട്ടിന്റെ ഉദ്ഘാടനം എനിക്ക് നടക്കാനുണ്ടല്ലോ. ആ ഖബറിന്റെ ഉദ്ഘാടനം എനിക്കൊരു നല്ല മനുഷ്യൻ നടത്തി തരണം. ഇത് ചിന്തിക്കണ്ടേ? ഒരു നല്ല ആള് എന്റെ മയ്യിത്ത് വാങ്ങിയിട്ട് ഖബറിൽ വെക്കണം. അല്ലാഹു ആ ഭാഗ്യം നമുക്കൊക്കെ നൽകട്ടെ. അതിനെന്താ മാർഗം? അതിന് പാണക്കാട് തങ്ങളെയോ അല്ല ഏതെങ്കിലും ഒരു ഉസ്താദിനെയോ കണ്ട്, ഉസ്താദെ ഞാൻ മരിച്ചു എന്ന് കേട്ടാ നിങ്ങൾ തന്നെ വരണം, ഈ പൈസ അവിടെ തന്നെ വെച്ചോ, അമ്പകയില് ഞാൻ മരിച്ചാ വരണേന്ന് പറഞ്ഞാൽ ചിലപ്പോ ഞമ്മടർക്കും അങ്ങനെ മൂപ്പർ മരിച്ചു പോയേക്കാം. ഇതിനെന്താ പിന്നെ മാർഗം? മക്കളോട് ഏൽപ്പിക്കുവാനാണോ? നല്ലയാളെ കൊണ്ടുവന്നിട്ട് അതൊന്നും പ്രായോഗികമായി നടന്നുകൊള്ളണമെന്നില്ല. നമ്മുടെ ഖബറിന്റെ ഉദ്ഘാടനം ഒരു സ്വാലിഹായ ആള് നടത്തണം, ഒരു നല്ല ആള് നടത്തണം. അതിനാണ് മഹാന്മാരെ പണ്ട് പ്രാർത്ഥിച്ചത്. ആരംഭനബി തങ്ങളുടെ തൃക്കരങ്ങൾ കൊണ്ട് മയ്യത്ത് വാങ്ങി വെക്കപ്പെടുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ എന്നൊരു പ്രാർത്ഥന പഴയകാലപരമായിന്റെ പ്രാർത്ഥനകളിലുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ തൃക്കരങ്ങളെ കൊണ്ട് നമ്മുടെ മയ്യത്ത് വാങ്ങി മണ്ണിലേക്ക് വെക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖബറിന്റെ ഉദ്ഘാടനം ആരംഭനബി തങ്ങൾ നടത്തും എന്നാണ് ആ പറഞ്ഞതിന്റെ സാരം. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ, അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ് നമ്മുടെ മയ്യത്ത് കൈകൊണ്ട് പിടിക്കും. എന്നിട്ട് ഈ മയ്യത്ത് ഖബറിലേക്ക് വെക്കും. ഖബറിന്റെ ഉദ്ഘാടനം ആരംഭനിബിധങ്ങൾ നടത്തും എന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതിന് പറ്റുന്ന ഒരു അമലുണ്ട്, ഒരു അമല്. ആ അമല് നമ്മൾ ചെയ്താൽ റസൂലുള്ളാഹി തങ്ങള് ജീവിതകാലത്ത് മാത്രമല്ല വഫാത്തായ നബിതങ്ങൾ ആത്മീയമായിട്ട് വരും, നമ്മോട് കാണുന്ന വിധത്തിൽ വരും. ചുറ്റുഭാഗത്തുള്ള ആളുകൾ കണ്ടില്ലെങ്കിലും നാം കാണുന്ന വിധത്തിൽ നബിതങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണിത്. മരണപ്പെടലോടുകൂടെയാണ് മനുഷ്യന്റെ ശക്തി വർദ്ധിക്കുന്നത്. അത് ആലോചിക്കേണ്ട, പഠിക്കേണ്ട മറ്റൊരു ഭാഗം. ഈ നബിതങ്ങള് നമ്മുടെ അടുത്തേക്ക് വന്ന് പ്രത്യക്ഷത്തിൽ ആര് പിടിക്കട്ടെ, പ്രത്യക്ഷത്തിൽ ആര് തൊടട്ടെ നമ്മുടെ മയ്യത്ത്, എന്നാലും അവിടെ പിടിക്കുന്നത് നബിതങ്ങളുടെ തൃക്കരങ്ങളെ കൊണ്ടാണ്, ആരംഭ നബിതങ്ങളാണ്. എന്നിട്ട് ഈ മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്നത് മുത്തുനിബിതങ്ങളാണ്. മുത്തുനിബിതങ്ങളുടെ കരങ്ങളെ കൊണ്ട് ഖബറിലേക്ക് വെക്കപ്പെട്ടൊരു മയ്യത്തിന്റെ ഖബർ ജീവിതം പ്രയാസപ്പെട്ടു പോകുമോ? അവന് അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുമോ? അവന് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥ വരുമോ? ഒരിക്കലുമില്ല. ഈ ഒരു അമല് നാം പതിവാക്കിയാൽ, ഞാൻ ചുരുക്കുകയാണ്, മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്വലാത്തുൽ ലാലിൽ ഖദർ എന്ന് അറിയപ്പെടുന്ന സ്വലാത്ത് എല്ലാ രാത്രിയിലും 10 വട്ടം
ഒരു മുഅ്മിനായ ആണോ പെണ്ണോ ചൊല്ലിയാൽ ആ മനുഷ്യന്റെ മയ്യിത്ത് നബി തങ്ങളുടെ തൃക്കരങ്ങളെ കൊണ്ട് മണ്ണിലേക്ക് വാങ്ങിവെക്കപ്പെടും. അവന്റെ ഖബറിന്റെ ഉദ്ഘാടനം മുത്തുനബി തങ്ങൾ നിർവഹിക്കും. അല്ലാഹു നമ്മൾ ചെയ്യുന്നതിനെ ഖബൂൽ ചെയ്യട്ടെ, ചെയ്യുവാനുള്ള തൗഫീഖ് നൽകട്ടെ. ആരിൽ ഖദർന ആ സ്വലാത്തിന്റെ പേര് എല്ലാ രാത്രിയിലും 10 വട്ടമാണ് ഈ സ്വലാത്ത് ചൊല്ലേണ്ടത്. വെള്ളിയാഴ്ച രാവിലെ കഴിയുമെങ്കിൽ 100 വട്ടം ചൊല്ലുക എന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായിട്ട് പറഞ്ഞത് കാണുന്നില്ല. എല്ലാ രാത്രിയിലും 10 വട്ടം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബിൽ ആലിൽ ഖദർ അൽ അദീമിൽ ജാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതാണ് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബിൽ ആലിൽ ഖദർ അൽ അദീമിൽ ജാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതൊരു 10 വട്ടം ഏതെങ്കിലും ആണോ പെണ്ണോ എല്ലാ രാത്രിയിലും പതിവാക്കിയാൽ ആരംഭ നബിതങ്ങളുടെ തൃക്കരങ്ങളെ കൊണ്ട് മയ്യിത്ത് വാങ്ങി വെക്കപ്പെടുന്നവരിൽ നമുക്ക് പെടാം. 2017 ആദ്യത്തെ പരിപാടി ഇൽമിന്റെ മജ്‌ലിസ് ആകുമ്പോൾ ഞാൻ എന്റെ വിശ്വാസികളോട് മൊത്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിത് ജീവിതത്തിലെ നമുക്കൊരു പിടിവള്ളിയായി പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒറ്റമൂലിയായി KMCC-യുടെ 2017 ആദ്യത്തെ പരിപാടിയിലുള്ള ഒരു സമ്മാനമായി ഉപഹാരമായി നിങ്ങളിത് സ്വീകരിക്കണം. നമ്മുടെ കുടുംബത്തില് സുഹൃത്തുക്കൾക്കിടയിൽ വ്യാപകമായിട്ട് ഇത് വരണം. അതിന്റെ ഒരു ഫലം അത് പറയുന്നവർക്കും ലഭിക്കട്ടെ. അല്ലാഹു സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു സംഗതി അത് പറഞ്ഞെന്ന് പറയുന്നത് ഒരു രാവിലെ ചിലപ്പോൾ 7 മണിക്ക് പോകണ്ടാത്ത ആളായിരിക്കും കേട്ടോ. അതേ സമയത്ത് എല്ലാവരും കണക്കിലെടുക്കണ്ടേ. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. 10 നിർത്താം. പറയാം. മൂന്നാമത്തെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് എന്നതിന്റെ പേര് ആ ഓതുന്നൊന്ന് പഠിക്കുക. ആദ്യം എല്ലാവർക്കും എന്നോട് ദേഷ്യം പിടിക്കുക. ഖുൽ ഹുവല്ലാഹു പറഞ്ഞൂടെ അറിയാം. പക്ഷെ നമ്മളതാറ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഫായിൽ എന്താന്ന് ചോദിച്ചാല് നമുക്ക് ശരിക്കും കിട്ടൂല. കുഫുവൻ അഹദ് എന്നാ നമ്മളെല്ലായിടത്തും ഓതുന്നത്. ഈ ഫായിൽ ദമ്മാണോ സുകൂനാണോ ഒന്നാണ് നിന്നു. ഞാൻ തന്നെ ശരിക്കും നോക്കിയത് ഉറുദു തുടങ്ങിയില്ല കേട്ടോ. ഫായിലോ ദമ്മാണോ സുകൂനാണോ പെട്ടെന്ന് പറയാൻ നമുക്കാവൂല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കുഫുവൻ അഹദ് എന്നല്ല, കുഫുവൻ അഹദ് നഹദല്ല, കുഫുവൻ അഹദ്, കുഫുവൻ അഹദ്, കുഫുവൻ അഹദ്. ഇങ്ങനെയാണ് അത് ശരിക്കും ഓതുന്നൊന്ന് പഠിക്കുക. എല്ലാ രാത്രിയിലും 11 വട്ടം അത് ഓതുക. എല്ലാ മഹാന്മാർക്കും എത്തിച്ചു കൊടുക്കണേ എന്ന് വായോടകം പറഞ്ഞേക്കും. ഇതിന്റെ പേര ഹദിയ. ഇത് ഓതിയിട്ട് എല്ലാ മഹാന്മാർക്കും നീ എത്തിച്ചു കൊടുക്കണേ. അതാണ് എത്തും. ഇതൊരു ഹദിയയാണ്, എല്ലാ രാത്രിയിലുമുള്ള ഹദിയ. അബ്ദുല്ലാഹി അദ്ദാദ് തങ്ങളവകൾ പറയുന്നത് 11 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് ഒരു മനുഷ്യൻ എല്ലാ രാവിലും എല്ലാ മഹത്തുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട ഒരു മഹാന് വേണ്ടി ഹദിയ ചെയ്താൽ ആ മഹാന്റെ ശഫാഅത്ത് ആഖിറത്തിൽ കിട്ടും എന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 11 ഖുൽ ഹുവല്ലാഹു അഹദ് വലിയ പ്രയാസമുള്ള വിഷയമല്ല. എല്ലാ രാവിലും അത് നമ്മൾ ഓതിയിട്ട് ഏത് ജോലിക്കിടയിലും യാത്രക്കിടയിലും ഓതാൻ പറ്റുന്നതാണല്ലോ, എളുപ്പമുള്ളതാണല്ലോ. എല്ലാ മഹാന്മാർക്കും എത്തിച്ചു കൊടുക്കണേ എന്ന പ്രാർത്ഥന എന്ന ഒരു വാചകം നമ്മൾ ഉച്ചരിച്ചാൽ അത് മഹത്തുക്കളിലേക്ക് എത്തും. അവരുമായിട്ടുള്ള ഒരു ബന്ധമാകും. ആ ബന്ധം കാരണം അമ്മഹാന്മാർക്ക് സ്വാധീനമുള്ള ലോകത്ത് പരലോകത്ത് അവരുടെ ശഫാഅത്ത് അവരുടെ റെക്കമെൻഡ് നമുക്ക് കിട്ടും. ഇത് ശാശ്വതമായ പരലോകത്ത് വിജയിക്കാൻ കഴിയുന്ന വല്ലാത്ത ഒരു അമലാണ്. മഹബ്ബത്തുക ഇയ്യാഹ തുദ്ഖുലുകൽ ജന്ന. ഏത് സമയത്തും ഖുൽ ഹുവല്ലാഹു പതിവായിട്ടോടുന്ന ഒരു മനുഷ്യനെ, ഒരു സ്വഹാബിയെ മഹാന്മാരായ സ്വഹാബാക്കൾ നബി തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പരാതിപ്പെട്ടപ്പോ നബി തങ്ങൾ ആ മനുഷ്യനെ വിളിച്ചിട്ട് എന്തടോ നീ ആ ഖുൽ ഹുവല്ലാഹു തന്നെ ഓതുകയാണെന്ന് കേട്ടല്ലോ, എന്താ സ്തുതി ചോദിക്കുമ്പോ അയാൾ പറഞ്ഞത് ഇന്നി ഉഹിബ്ബുഹാ, എനിക്ക് അതിനോട് വല്ലാത്ത ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഓതുന്നത്. നബി തങ്ങളുടെ മറുപടി മഹബ്ബത്തുക ഇയ്യാഹ, അതിനോട് നിന്റെ മനസ്സിലുള്ള ഇഷ്ടം തുദ്ഖുലുകൽ ജന്ന, നിന്നെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കും, സ്വർഗ്ഗത്തിൽ കടത്തും. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? അബൂദർ ഗിഫാരി തങ്ങൾ
റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ നിന്നൊരിക്കല് ഇറങ്ങിപ്പോവുകയാണ്. ആ ഇറങ്ങിപ്പോകുന്ന നേരത്ത് ജിബ്രീല് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരുന്നത്. ജിബ്രീല് കാണുന്നുണ്ട് അബൂദർ ഇറങ്ങിപ്പോകുന്നത്. ജിബ്രീല് വന്ന ഉടനെ നബിയോട് ചോദിക്കുന്നത്, നബിയെ അതാരാ പോകുന്നത്? അബൂദറോ? നബി അത്ഭുതപ്പെട്ടു. ജിബ്രീലിനങ്ങനെ അബൂദറിനെ പേരെടുത്തുകൊണ്ട് പരിചയം. അതാരാണ് അബൂദറോ എന്ന് ചോദിക്കണമെങ്കിൽ വലിയൊരു ബന്ധം ജിബ്രീലിന് അബൂദറുമായി വേണമല്ലോ. എന്താണ് ഈ അബൂദറിന്റെ സ്തുതി? നബി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതം. നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ, എന്താണ് നിങ്ങളും അബൂദറും തമ്മിലുള്ള ബന്ധം? ജിബ്രീൽ പറഞ്ഞു, അബൂദറിന്റെ ബഹുമാനം അങ്ങ് ആകാശത്തല്ലേ നബിയെ? ആകാശത്തുള്ള മലക്കുകള് അബൂദറിന്റെ മഹത്വം പറയാത്തൊരു